പ്രതിഷേധ പ്രകടനം നടത്തുന്നത് മുസ്ലിം ലീഗാണ്. വൻ ശക്തമായിരിക്കും എന്നുള്ള നിഗമനത്തിൽ പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കെട്ടിവെച്ചത്. മുസ്ലിം ലീഗിൻ്റെ ഏതൊരു പരിപാടിക്കും വൻ ജനസാഗരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെയുണ്ടായ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ലീഗിൻ്റെ പ്രവർത്തകർ വളരെ കുറവായിരുന്നതും കേരള രാഷ്ട്രീയത്തിൽ തൊടുപുഴയത്തെ മുസ്ലിം ലീഗിൻ്റെ നിലപാടൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. വഴിയൊരുക്കും ഇടതു സർക്കാർ, വഴിയൊരുക്കും ഇടതു സർക്കാർ. കേരള മുഖ്യ പിണറായി, മുഖ്യ പിണറായി രാജിവെച്ചപ്പോ പുറത്ത്, രാജിവെച്ചപ്പോ പുറത്ത്. പിണറായിയുടെ ഗവൺമെൻറ് എന്ന് ജനം മനസ്സിലാക്കുകയാണ്. പ്രതിപക്ഷമാണ്. ഭരണകക്ഷിയുടെ MLA തന്നെ ഭരണകക്ഷിക്ക് വേണ്ടി 2 റൗണ്ട് വിജയിച്ച അൻവർ MLA തന്നെ പരസ്യമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ തിരിയുകയും കേരളത്തിൽ കൊലപാതകം ഉൾപ്പെടെ സ്വർണ്ണക്കടത്തുൾപ്പെടെ പൂരം കളിക്കതുൾപ്പെടെ RSSുമായി സന്ധിസംഭാഷണം ചെയ്യുന്ന ഉൾപ്പെടെ മുഴുവൻ കേസുകളിലും കേരളത്തിലെ ADGP പങ്കാളിയാണ് എന്ന് രേഖാമൂലം പറയുക മാത്രമല്ല, അദ്ദേഹവും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിച്ചതാണ്. വളരെ വ്യക്തമായി തന്നെ ADGPക്കും പോലീസിനുമെതിരായി പരാതി പറഞ്ഞ ഭരണകക്ഷിയുടെ MLA പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞവർ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ ജനങ്ങളെ, സത്യത്തിന് കേരളത്തിലെ ജനങ്ങളെ പല്ലളിച്ചു കാണിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹം പറഞ്ഞത് പരാതി പറഞ്ഞ അൻവർ ശശിക്കെതിരെ പരാതി പറഞ്ഞില്ല എന്നതാണ്. ശശി മാത്രമല്ല ചർച്ചാ വിഷയം. ശശി എന്ന് പറയുന്നയാൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അത് പാർട്ടിയുടെ പ്രതിനിധിയാണ്. കണ്ണൂർ ജില്ല CPMന്റെ സെക്രട്ടറി ആയിരുന്നയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റാരോപിതനാണ്, കളങ്കമുള്ളവനാണ് എന്ന് കേരളക്കാർക്ക് അറിയാവുന്നതാണ്. എല്ലാം നിർത്തി കോടതിയിൽ വക്കീൽ പണിയായി പോയപ്പോൾ തിരിച്ചയാളെ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലാണ് പലതും ചെന്ന് അവസാനിക്കുന്നത്. അടുത്തത് മുഖ്യമന്ത്രിയിലാണ്. അതാ SP-യെയും എവിടത്തെങ്കിലും പോലീസിനെയും ഭയപ്പെട്ട് എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും? ഒരു കാര്യം വ്യക്തമാണ്, ഇവർ കയറൂരി വിട്ടിരിക്കുന്നു. ഇവർക്കതിൽ പങ്കാളിത്തമുണ്ട്. CPM-ന് പങ്കാളിത്തമുണ്ട്, പിണറായിക്ക് പങ്കാളിത്തമുണ്ട്. അദ്ദേഹം സ്വർണം പൊട്ടിക്കുന്നു എന്നാൽ അത് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം പൊട്ടിക്കുന്നുണ്ട്, കൊണ്ടോട്ടിയിലെ പണിക്കാരൻ സാക്ഷിയാണ് എന്ന് അൻവർ തെളിവ് സഹിതം പറഞ്ഞതാണ്.
എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് മുസ്ലിം ലീഗ് നിർണായക ശക്തിയാണ്. എന്നാൽ തൊടുപുഴയിൽ മുനിസിപ്പാലിറ്റിയുമായി ചില അസ്വസ്ഥതകൾ നിലനിൽക്കുന്നത് മൂലം തൊടുപുഴയിലെ കോൺഗ്രസുമായി അകൽച്ചയിലാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധ സമരത്തിനാണ് പോലീസ് മാർച്ച് സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ തൊടുപുഴയിൽ മുസ്ലിം ലീഗിൻ്റെ പുലിക്കുട്ടികൾ ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് പോലീസ് മുൻകരുതിൽ കടുത്ത സുരക്ഷാ വലയമാണ് തീർത്തത്. എന്നാൽ കാര്യങ്ങൾ എലിക്കുട്ടികളെ പോലെ ആയിപ്പോയതും പോലീസുകാർക്ക് ഏറെ കൗതുക കാഴ്ചയും ആശ്വാസകരവുമായ രീതിയിലായിരുന്നു. നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് പോലീസ് കരുത്തിൽ ഭരണപക്ഷത്തെ ആരും ചോദ്യം ചെയ്യാൻ കേരളത്തിൻ്റെ ഭാവികാല രാഷ്ട്രീയം എത്രയേറെ ഗുരുതരാവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ജനം കാത്തിരുന്ന് കാണേണ്ടി വരും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.